ഹലോ എവ്രി വൺ, ദിസ് ഇസ് അജ്മൽ അലി പാലേരി. വെൽക്കം ബാക്ക് ടു വാക്ക് വിത്ത് അജ്മൽ. അപ്പോൾ ഈ റമദാൻ മാസത്തിൽ ഒരു സ്പെഷ്യൽ വിഭവമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത്. ഇവിടെ കർണാടകയിലും അതേപോലെ തമിഴ്നാട്ടിലൊക്കെ നമ്മൾ പള്ളിയിൽ നോമ്പ് തുറക്കാൻ പോകുന്ന സമയത്ത് കിട്ടുന്നൊരു വിഭവമുണ്ട്, ഒരു കഞ്ഞി. അത് ചില ആളുകൾ പറയും ബിരിയാണി കഞ്ഞി എന്ന് പറയും, ചില ആളുകൾ മസാല കഞ്ഞി എന്ന് പറയും, ചില ആളുകൾ സൂപ്പ് എന്ന് പറയും. എന്തായാലും അറബിക് ഷോർബയാണ് ഇത്. അപ്പോൾ ഈ അറബിക് ഷോർബ ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഭയങ്കര മിസ്സിങ് തന്നെയാണ്, പള്ളിയിലൊന്നും പോകാൻ പറ്റാത്ത കാരണം. അപ്പോൾ എന്തായാലും ഈ അറബിക് ഷോർബ വീട്ടിലൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് കരുതി. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഈ അറബിക് ഷോർബ എങ്ങനെ ഉണ്ടാക്കുന്നത് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ കിച്ചണിലാണുള്ളത്. നമ്മുടെ ഷോർബക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഷോർബ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. ഇവിടെ ഞാൻ കുറച്ച് ചിക്കൻ്റെ എല്ലില്ലാത്ത പീസ് നോക്കിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 3-4 പീസൊക്കെ ഉള്ളൂ, ചെറുതാണ്. പിന്നെ ഒരു വല്യുള്ളി, ചെറിയൊരു വല്യുള്ളി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വലുതാണെന്നുണ്ടെങ്കിൽ പകുതി മതി. പിന്നെ ഒരു ചെറിയൊരു തക്കാളി, അത് നമുക്ക് തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യണം. പിന്നെ 2 ചെറിയ ചിക്കൻ സ്റ്റോക്ക് ആയതുകൊണ്ട് 2 എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഉണങ്ങിയ നാരങ്ങ. ഇതിപ്പോൾ നമുക്ക് നാരങ്ങ ലെമൺ ജ്യൂസ് ആയാലും മതി, ഇല്ലെങ്കിൽ നമ്മൾ ബ്ലാക്ക് ലെമൺ ആയാലും മതി. ഇതിപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ചപ്പ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഓട്സ് നമുക്ക് 1 ഗ്ലാസ് വെള്ളത്തിനാണ്, അതായത് 1 ഗ്ലാസ് കഞ്ഞിക്കാണെന്നുണ്ടെങ്കിൽ, ഷോർബക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 സ്പൂണാണ് നോർമലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്, അതിന് ആവശ്യത്തിനനുസരിച്ചാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഷോർബ ഉണ്ടാക്കാൻ വേണ്ടത്. നമ്മൾ ആദ്യം ഒരു കുക്കർ എടുത്തിട്ട് സ്റ്റൗവിൽ വെച്ചതിന് ശേഷം ഈ ചിക്കൻ ഇതിലോട്ട് ഇടുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ മാഗി ക്യൂബ്, അതായത് നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് അല്ലെങ്കിൽ മാഗിയുടെ ക്യൂബ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ചെറുതായതുകൊണ്ടാണ് ഞാൻ 2 യൂസ് ചെയ്യുന്നത്. അതിന് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരല്പം മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കുക, ഒരു 1/4 സ്പൂണ്. പിന്നെ നമ്മൾ എത്ര ഗ്ലാസ്സാണ് ഈ ഷോർബ ഉണ്ടാക്കുന്ന അതിൻ്റെ പകുതി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് അധികം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല വേവായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിലോട്ട് ഓട്സ് ചേർത്ത് കൊടുക്കണം. ഇത് ഓട്സ് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ഓട്സിനനുസരിച്ചായിരിക്കും. നോർമലി 1 ഗ്ലാസ് നമുക്ക് കഞ്ഞി വേണമെന്നുണ്ടെങ്കിൽ, ഈ ഷോർബ വേണമെന്നുണ്ടെങ്കിൽ 2 സ്പൂണാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഇടുന്നുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ചുകൂടെ ബാക്കിയുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പട്ടയും അതേപോലെ നമ്മുടെ നാരങ്ങ, അത് ബ്ലാക്ക് ലെമൺ ആണെന്നുണ്ടെങ്കിൽ അത് അല്ലെന്നുണ്ടെങ്കിൽ ലെമൺ ജ്യൂസ് യൂസ് ചെയ്യാം. ഇതിലോട്ട് തക്കാളി നേരത്തെ തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ശരിക്കും ഒന്ന് വെന്തതിന് ശേഷമാണ് നമുക്ക് ഈ മല്ലിയുടെ ഇല, അതായത് ചപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഓട്സ് ഏകദേശം വെന്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ പറയല്ലോ, ഓട്സിന് പകരം നമുക്ക് നമ്മുടെ കുറേരി ആയാലും, ഇനി അതല്ല നമ്മുടെ ഗോതമ്പ് നുറുക്കായാലും അതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അതിന് പകരമായിട്ട്. അപ്പോൾ ഞാനിതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലോട്ട് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ കുറച്ചുള്ള ആയതുകൊണ്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് വേണം നമ്മുടെ ഉള്ളി
മൂപ്പിച്ചിടാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ഫ്രൈ പാനിൽ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഓയിലാണ്, നമ്മൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ പാടില്ല. അതിലേക്ക് ഇതിലോട്ട് ഈ കട്ട് ചെയ്ത് വെച്ച ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ച സവാള ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് അധികം ചുവന്ന് വരണമെന്നില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിയാൽ മാത്രം മതി, ഒന്ന് വെന്താൽ മാത്രം മതി. ചെറുതായിട്ടൊന്ന് കൂടുതൽ ചുവന്ന് വരണം. നമ്മൾ നോർമലി തൂമിക്കുന്ന പോലെ അത്രയും വേണ്ട. ജസ്റ്റ് ഒന്ന് ഇതിലിട്ട് ഇളക്കിയിട്ട് അതിലോട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വേണ്ടില്ല. ഫൈനലി നമ്മുടെ ഷോർബ, അറേബ്യൻ ഷോർബ എന്ത് വേണമെങ്കിലും പറയാം. കഞ്ഞി, അറേബ്യൻ കഞ്ഞി അല്ലെങ്കിൽ ബിരിയാണി കഞ്ഞി എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ നോമ്പ് കാലത്തൊക്കെ അതേപോലെ ഈ ചൂട് കാലത്തൊക്കെ ക്ഷീണം മാറാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഓപ്ഷനാണ് നമുക്കിത്. ഫൈനലി നമ്മുടെ അറേബ്യൻ ഷോർബ, അതായത് ബിരിയാണി കഞ്ഞി എന്ന് പറയുന്ന സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഒരു നിവൃത്തിയില്ല. എന്തായാലും നോമ്പ് തുറക്കട്ടെ. നോമ്പ് തുറന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ അഭിപ്രായം പറയാം. എന്തായാലും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിലൂടെ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് ഫുഡൊക്കെ പരീക്ഷിച്ചിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കണം. അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ലൊരു ഫുഡ് വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.